ഇന്ന് അയല മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി 1/2 കിലോ അയലമീനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് യോജിപ്പിച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മീനിലുള്ള വെള്ളം കളഞ്ഞെടുക്കണം. ഇതിന് ആവശ്യമുള്ള ചേരുവകൾ: 20 ചെറിയ ഉള്ളി, 5-6 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 കാന്താരി മുളക്, 1 തണ്ട് കറിവേപ്പ്, 2 കൊടംപുളി കഷ്ണം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, 1 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളകും ചതച്ചെടുക്കണം. സ്റ്റൗ ഓണാക്കി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് 1 നുള്ളി ഉലുവ ചേർക്കണം. ഉലുവ ചൂടായ ശേഷം ചെറിയ ഉള്ളി ചേർക്കണം. ചെറിയ ഉള്ളി വഴന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളകും ചതച്ചതും കറിവേപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം കൊടംപുളി കുതിർത്ത് വെച്ച വെള്ളവും കുടംപുളിയും അതിൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. സമയം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കറി തിളച്ച് വരുമ്പോൾ തക്കാളി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഇത് നന്നായി വേവിക്കണം. തക്കാളി നന്നായി വെന്ത് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ചതച്ച് വെച്ച് വേവിക്കുക. കറി തിളച്ച് വരുമ്പോൾ ഉപ്പും പുളിയും എരിവും പാകത്തിനായി നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർക്കണം. പുളി ആവശ്യത്തിനായാൽ കറിയിൽ നിന്നും കുടംപുളി എടുത്തു മാറ്റണം. കറി നന്നായി കുറുകി വരുമ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലാക്കി ആവശ്യാനുസരണം ഭക്ഷണത്തിനൊപ്പം വിളമ്പാം.